2023 ഒക്ടോബർ 8 മുതൽ ഇങ്ങോട്ട് നടന്ന യുദ്ധമാണ് ഇസ്രായേലും പാലസ്തീനും തമ്മിൽ നടന്ന ഏറ്റവും വലിയ യുദ്ധം. എന്നാൽ അതിനു മുൻപ് വലുതും ചെറുതുമായ നിരവധി യുദ്ധങ്ങളും സംഘർഷങ്ങളും ഇരുവരും തമ്മിലുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇനി ഒരിക്കലും ജൂത സമൂഹത്തിൻ്റെ സ്വൈര്യ ജീവിതത്തിന് തടസ്സമായി ഹമാസ് എന്ന പൈശാചിക ശക്തികൾ ആയുധമേന്തി വരാനിടയാകാത്ത വിധം അവരെ ഉന്മൂലനം ചെയ്യാനുള്ള കലാശ പോരാട്ടമായിരുന്നു കഴിഞ്ഞ 2 വർഷമായി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരുന്നത്. തങ്ങളുടെ ലക്ഷ്യസാധ്യത്തിലേക്ക് ഇസ്രായേൽ എത്തിച്ചേരുന്നതിന് തൊട്ടു മുൻപ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ചിലർ സ്വതന്ത്ര പാലസ്തീൻ എന്ന കോടാലി എടുത്ത് എറിഞ്ഞതോടെ കട്ടകലിപ്പിൽ സർവ്വതും തച്ചുടയ്ക്കാനിറങ്ങിയ ഇസ്രായേലിൻ്റെ മുൻപിലേക്ക് 21 വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ടുള്ള സർജിക്കൽ സ്ട്രൈക്ക് വിജയിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ കാര്യങ്ങൾക്ക് തീർപ്പുണ്ടാക്കിയിരിക്കുകയാണ്. ട്രംപ് മുന്നോട്ട് വെച്ച 21 നിർദ്ദേശങ്ങളിൽ ചിലതിനോടൊക്കെ ഇസ്രായേലിന് കടുത്ത വിയോജിപ്പുണ്ടായിരുന്നെങ്കിലും ഹമാസിനെ നിരായുധീകരിക്കുക, തങ്ങളുടെ ബന്ദികളിൽ എല്ലാവരെയും വിട്ടയക്കുക, ഗാസയെ തീവ്രവാദ വിമുക്തമാക്കുക എന്നീ നിർദ്ദേശങ്ങൾ എല്ലാ കാലത്തും ഇസ്രായേൽ മുൻപോട്ട് വെച്ചത് തന്നെയായിരുന്നതിനാൽ ട്രംപിന്റെ പോയിന്റുകളോട് ഇസ്രായേൽ സമരസപ്പെടുകയായിരുന്നു. ഇന്നലെ അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുമായി ട്രംപ് നടത്തിയ ചർച്ചയിൽ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാവുകയും ഹമാസ് ഗാസ ഭരിക്കരുതെന്നും ഗാസയിൽ ആയുധങ്ങളോ സൈന്യമോ വേണ്ടെന്നും അവസാനത്തെ ബന്ദിയെയും വിട്ടയക്കണമെന്നും ഇസ്രായേൽ ഊന്നി പറഞ്ഞു. ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് ഗാസയിൽ സമാധാനം കൊണ്ടുവരുവാനുള്ള അന്തിമ നിർദ്ദേശത്തിന് ട്രംപ് രൂപം കൊടുത്തിരിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനും യുദ്ധബാധിത പാലസ്തീൻ പ്രദേശത്ത് യുദ്ധാനന്തര ഭരണം സ്ഥാപിക്കുന്നതിനുമായി ഇസ്രായേലിന്റെ കൂടെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു താൽക്കാലിക ഭരണ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണിപ്പോൾ. കാര്യങ്ങൾ എന്തൊക്കെയായാലും ഗാസയിലെ തുരങ്കങ്ങളിൽ പതിയിരിക്കുന്ന ശേഷം ഹമാസന്മാരെ കൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമെന്നും അവരുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ പിടിച്ചെടുത്ത് നിർവീര്യമാക്കണമെന്നുള്ള ടാസ്കുകൾ ശേഷിക്കുന്നതിനാൽ തീരുമാനം നടപ്പാക്കുവാൻ കുറച്ച് ദിവസങ്ങൾ കൂടി വേണ്ടി വന്നേക്കാം. പൊത്തിലിരിക്കുന്ന ഹമാസന്മാരെ മുഴുവൻ പുറത്തിറക്കിയെങ്കിൽ മാത്രമേ കാര്യങ്ങൾ പൂർത്തിയാകത്തുള്ളൂവെന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പ്രഖ്യാപിച്ചതിന് മറുപടിയായി നെതന്യാഹു പറഞ്ഞത്, മിസ്റ്റർ പ്രസിഡന്റ്, ഹമാസ് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ തള്ളുകയോ കൊള്ളുകയോ ചെയ്യട്ടെ. എന്നാൽ അതിനെതിരെ ഹമാസ് പൊന്തിയാൽ ആദ്യം ഇസ്രായേൽ ഹമാസിന്റെ പണി തീർക്കുമെന്നും ഏത് മാർഗത്തിലൂടെയും ഇസ്രായേൽ അത് പൂർത്തിയാക്കുമെന്നുമായിരുന്നു ലോകം കൈയടിച്ച ആ വാക്കുകൾ. തീവ്രവാദി നേതാക്കന്മാർക്ക് ആഗോള ഇസ്ലാമിക ഭീകര രാഷ്ട്രങ്ങൾ കൊടുക്കുന്ന ശതകോടികളിൽ ഒരു ഭാഗം ശമ്പളമായും പെൻഷനുമായെല്ലാം ഗാസയിലെ ഹമാസ് ഭീകരന്മാരുടെ കയ്യിൽ തടയുന്നതിനാൽ ഗാസയുടെ ഭരണത്തിൽ നിന്ന് പുറകോട്ട് പോകുക എന്നത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യം തന്നെയാണ്. എന്നാലും അതിനവർ അരസമ്മതം മൂളിയിട്ടുണ്ടെങ്കിലും ആയുധം താഴെ വെച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും തങ്ങൾക്കാകില്ലെന്നാണ് ഹമാസ് പറഞ്ഞിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്നാൽ ഒരു നഖം വെട്ടി പോലും ഹമാസിന്റെ കയ്യിൽ ഇരുന്നാൽ ട്രംപിന്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി ഹമാസ് നിഗ്രഹം തുടരുമെന്ന് തന്നെ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുകയാണ്. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുവാനും ഗാസയെ സമാധാനപൂരിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിക്കുവാനുമുള്ള ട്രംപിന്റെ നീക്കങ്ങളെ പാലസ്തീൻ അതോറിറ്റിയും ഖത്തർ, ജോർദാൻ, UAE, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, തുർക്കി, സൗദി അറേബ്യ, ഈജിപ്ത് ഇങ്ങനെ 8ഓളം രാജ്യങ്ങളും സ്വാഗതം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഹമാസിന്റെ പ്രതികരണം തത്വത്തിൽ ട്രംപിന്റെ നിർദ്ദേശങ്ങളെ തള്ളിക്കളയുന്ന തരത്തിലായിരുന്നു. തങ്ങൾക്ക് ട്രംപിന്റെ നിർദ്ദേശങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്നും അത് ലഭിച്ചു കഴിഞ്ഞാൽ അത് പഠിച്ചിട്ട് തങ്ങൾ പ്രതികരിക്കാമെന്നും പറഞ്ഞ് ട്രംപിനെ തള്ളുന്ന നിലപാടുകൾ എടുത്തുകൊണ്ട് തങ്ങളുടെ നാശത്തിന്റെ ഗബ്ബർ ഹമാസ് കൂടുതലായി വിശാലമാക്കിയിരിക്കുകയാണ്. എന്നാൽ ഇസ്രായേൽ കരാർ അംഗീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത 72 മണിക്കൂറിനുള്ളിൽ ജീവനോടെയും മരിച്ചതുമായ എല്ലാ ബന്ദികളെയും ഇസ്രായേലിലേക്ക് തിരിച്ച് കൊണ്ടുവരുമെന്നതാണ് ട്രംപിന്റെ നിർദ്ദേശം. അങ്ങനെയാണെങ്കിൽ ട്രംപ് ഹമാസിന്റെ എല്ലാത്തരം വൈക്ലഭ്യങ്ങളും ഉടനടി ശമിപ്പിക്കുമെന്ന കാര്യവും ഉറപ്പായിരിക്കുകയാണ്. തന്നെയുമല്ല, താൻ മുൻപോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കുമ്പോൾ അത് അംഗീകരിക്കുവാൻ കൂട്ടാകാതെ ഒരു തീവ്രവാദ സംഘടന ഭൂപരപ്പിൽ തുടരുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം കലിപ്പുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ആയുധം താഴെ വെച്ചിട്ട് എവിടെയെങ്കിലും പോയി സമാധാനമായിട്ട് ജീവിക്കുവാൻ ആഗ്രഹമുള്ള കേവലം മനുഷ്യരായ ഹമാസന്മാരെ അതിനനുവദിക്കാത്തത് ഇറാനും ആഗോള തീവ്രവാദികളുമാണ്. അതിനാൽ ഹമാസിന് മാത്രമല്ല അവരുടെ സ്പോൺസർമാർക്കുമുള്ള ശക്തമായ ഭീഷണി തന്നെയാണ് ട്രംപ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്.
ഗാസയിലെ ഈ വെടിനിർത്തൽ ധാരണകൾക്ക് പശ്ചിമേഷ്യയ്ക്ക് ആകമാനം ഒരു വിടുതലിന് കാരണമാകാനാണ് സാധ്യത. കാരണം ട്രംപിന്റെ നിർദ്ദേശങ്ങൾ മുമ്പിൽ ഉവ് എന്നല്ലാതെ മറുത്തൊന്നും ഉരിയാടാൻ ത്രാണി പോരാത്ത അറബ് രാഷ്ട്രങ്ങളെല്ലാം പഞ്ചപുച്ഛമടക്കി നിന്ന് അത് അംഗീകരിക്കുമ്പോൾ പാലസ്തീനെയും സിറിയയെയും യമനെയും ലബനോനെയും പോലുള്ള നാഥനില്ലാ രാജ്യങ്ങളെ തീവ്രവാദത്തിലേക്ക് തള്ളിവിട്ടിട്ട് മുതലാളി ഇറാൻ പശ്ചിമേഷ്യയിൽ നിൽക്കുകയാണ്. അവർ ട്രംപിന്റെ ഫോർമുലകൾ അംഗീകരിക്കാനിടയില്ല. ആ തീരുമാനം തന്നെയായിരിക്കും ഹമാസിനെ കൂടുതൽ സ്വാധീനിക്കുക. അങ്ങനെ വന്നാൽ ഇറാനെതിരെ ആയുധം എടുക്കേണ്ട ഗതികേടിലേക്ക് ഈ ഫോർമുല അംഗീകരിച്ച അറബ് രാജ്യങ്ങളും എത്തിച്ചേരും. അത് തന്നെയാണ് ലോകം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഏതായാലും ഗാസയിലെ നിലവിളികൾക്ക് ശമനമുണ്ടാക്കി ഗാസയിൽ സമാധാനത്തിനുള്ള വാതായനമാണ് ട്രംപും നെതന്യാഹുവും ചേർന്ന് തുറന്നിട്ടിരിക്കുന്നത്. എന്നിട്ടും കേരളത്തിൽ ഇത്രയും നാൾ ഗാസയിലെ നിലവിളി മാർക്കറ്റ് ചെയ്തവർക്ക് സന്തോഷമില്ല. കാരണം വ്യക്തമാണ്, അവർക്ക് താല്പര്യം ഗാസയിലെ പാവപ്പെട്ട ജനങ്ങളോടല്ല, ഹമാസ് എന്ന ഭീകര പ്രസ്ഥാനത്തോടും അവർ മുന്നോട്ട് വെക്കുന്ന ഇസ്രായേൽ ഉന്മൂലന പ്രത്യയ ശാസ്ത്രത്തോടുമാണ്.